ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം അല്പം ഗൗരവമുള്ളതാണ് കേട്ടോ. അതിനാൽ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക, സ്കിപ്പ് അടിച്ച് കേൾക്കരുത്. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നത്തെ നമ്മുടെ വിഷയം ബേസ് ചെയ്തിരിക്കുന്നത് വ്യക്തിത്വ വൈകല്യങ്ങൾ ഓർ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. മിക്ക ആളുകളും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവാം. ഇതിൽ തന്നെ ഏറ്റവും ക്രൂരവും പൈശാചികപരവുമായിട്ടുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ്. നിങ്ങളുമായി ഡെയിലി ബേസിസിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾക്കോ ചുറ്റുപാടുമുള്ളവർക്കോ, അത് ചിലപ്പോൾ പാർട്ട്നേഴ്സ് ആവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, കസിൻസ്, ഫ്രണ്ട്സ്, ഈവൻ മാതാപിതാക്കൾ പോലും ആകാം. അങ്ങനെ ആരും തന്നെ ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന ലക്ഷണങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്തരക്കാർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ഉണ്ടായിരിക്കും. വളരെ ചാമിങ് പേഴ്സണാലിറ്റി ആയിരിക്കാം, എല്ലാവർക്കും പ്രിയങ്കരായിരിക്കും. പുറമേ നിന്ന് നോക്കിയാൽ വളരെയധികം മാന്യതയോടുകൂടി പെരുമാറുന്ന ആളുകളാവാം. തങ്കപ്പെട്ട സ്വഭാവം എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അത് തന്നെ സംഭവം. ഓക്കെ, പക്ഷേ ഇവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പറയുമ്പോൾ പങ്കാളിയായിരിക്കുമല്ലോ, അവർക്ക് മാത്രമേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇവർ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യരായിരിക്കാം. ഇത് കൂടുതലും പുരുഷന്മാരിലാണ് സിഗ്നിഫിക്കൻ്റായിട്ട് കാണപ്പെടുന്നത്. സ്ത്രീകൾക്കില്ല എന്നല്ല, സ്ത്രീകൾക്കുണ്ട്. പക്ഷേ സ്ത്രീകളുടെ മേലെ എപ്പോഴും ഒരു അടിച്ചമർത്തലിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോ ഈ ഇല്ലോസ് മാതാപിതാക്കളോ അതുപോലെ സമൂഹത്തിൻ്റെയൊക്കെ ഒരു കൺട്രോളിങ് പവറൊക്കെ ഉള്ളത് കാരണം സ്ത്രീകൾ കുറച്ച് ഒതുങ്ങിയാണ് ഇത്തരം പേഴ്സണാലിറ്റി ഉള്ളവർ ജീവിച്ചു പോവുക. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് വലിയ കൺട്രോളിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ സമൂഹത്തിൽ, അതായത് സ്വന്തം പങ്കാളികളുടെ മുന്നിൽ ഇത്തരം സ്വഭാവ സവിശേഷതകൾ പുറത്ത് കാണിക്കുന്നവരായിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, മാരേജിന് ശേഷമുള്ള പങ്കാളികളിലാണ് ഏറ്റവും കൂടുതലായിട്ടിത് ബാധിക്കുന്നത്. കല്യാണത്തിന് ആദ്യ നാളുകളിലൊക്കെ വളരെ സ്വർഗം കിട്ടിയ സന്തോഷമായിരിക്കും ഇവരുടെ കൂടെ ജീവിക്കുന്നവർക്ക്. ഇതിൽ കൂടുതലൊരു ഭാഗ്യം ഇനി വരാനില്ല, അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊരു സന്തോഷമുള്ള ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല, ഇതെൻ്റെ ഭാഗ്യമാണെന്നോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള സവിശേഷതയൊക്കെയുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടിയല്ലോ എന്നൊക്കെ ആയിരിക്കും ആദ്യകാലങ്ങളിൽ ചിന്തിച്ചു കൂട്ടുക. എന്നാൽ ക്രമേണ ഇവർ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അതായത് അപ്പകഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നാണ് പറയുന്ന ഒരു വേർഡ്. ട്രോമ ബോണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ആദ്യത്തെ കുറച്ച് ദിവസം വളരെ സപ്പോർട്ടീവായിരിക്കും, കെയറിങ് ആയിരിക്കാം, എല്ലാ കാര്യത്തിലും അത്രയും പെർഫെക്റ്റായിട്ടുള്ള സ്നേഹസമ്പന്നനായിട്ടുള്ളൊരു ഹസ്ബൻഡായിട്ട് ആയിരിക്കും ഇവർ പെരുമാറുക. ക്രമേണ ഇവർ പങ്കാളിയോട് അകലാൻ തുടങ്ങും. അതായത് എല്ലാത്തിനും മേൽക്കോയ്മ ഇവരായിരിക്കാം, ഇവർക്ക് വേണം, ഇവർക്ക് റെസ്പെക്റ്റ് വേണം. റെസ്പെക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഏത് വിധേന അത് ചോദിച്ചു വാങ്ങിക്കും. ഇവരെന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല, അവരുടെ പക്കൽ ഒരു തെറ്റും കുറ്റവുമില്ല, അവർ എല്ലാത്തിലും പെർഫെക്റ്റാണെന്ന് സ്വയം വിചാരിക്കുന്നു, സ്വയം അഹങ്കരിക്കുന്നു. അതുപോലെ തന്നെ വളരെ അഗ്രഷൻ കാണിക്കുന്ന ആളുകളായിരിക്കും. ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ വളരെയധികം ഷൗട്ട് ചെയ്യുന്നു, ആങ്കർ വരുന്നു, അതായത് ദേഷ്യം കാണിക്കുന്നു. എന്നാൽ പങ്കാളിയാണ് ഇതേ സെയിം സാഹചര്യത്തിൽ പങ്കാളി എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ വാ ഫുള്ളി അങ്ങ് മൂടി വയ്ക്കും. അതായത് വാദിയെ പ്രതിയാക്കിക്കൊണ്ടേയിരിക്കും, സത്യത്തെ വളച്ച് ഒടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, സത്യത്തെ മൂടി വെച്ചുകൊണ്ടേയിരിക്കും. ഇയാളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടി അയാൾ അത് സമ്മതിച്ച് തരില്ല. അത് പങ്കാളിയുടെ തലയുടെ മണ്ടയിൽ കെട്ടിവെക്കാൻ നോക്കും. പങ്കാളി ഒന്നിനും കൊള്ളാത്തവരാണെന്നും യാതൊരുവിധ ഗുണവുമില്ലാത്ത ആളുകളാണെന്നും ഭയങ്കര സ്ഥിരമായ വഴക്കുണ്ടാക്കുന്നവരാണെന്നൊക്കെ ഇവർ പൊതുവിൽ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇവർ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും. അതായത് കുടുംബത്തിലുള്ളവരുടെ മുന്നിലോ സമൂഹത്തിലുള്ളവരുടെ മുന്നിലോ ഒക്കെയും തന്നെ പങ്കാളികളെ ഇവർ വളരെയധികം ഒരു ചീത്ത സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള ആളുകളായിട്ട്, വഴക്കാളികളായിട്ട്, കൊള്ളരുതാത്തവരായിട്ട് ഒക്കെ ഇവർ സ്ഥാപിക്കാൻ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവർ സ്വയം
അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ബിഹേവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവരുടെ കഴിയുന്ന ആളുകൾക്ക് ഇതൊരു മരണതുല്യമായിട്ടുള്ള ഒരു മരണക്കിണർന്നോ അല്ലെങ്കിൽ ഒരു ചുഴിയിൽ പെട്ട് കിടക്കുന്ന, കൈയും കാലും ഇട്ടടിക്കുന്ന, ഇനി എന്നറിയാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. അവർക്കെന്നാൽ ഇവരിൽ നിന്നൊന്നും ഓടി രക്ഷപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാനോ ഒന്നും സാധിച്ചു ഒന്നും വരില്ല. കാരണം ഇവർ ഓടിപ്പോകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ഇവരിലെ ആ ഒരു എന്താ പറയുക, ഒരു ട്രിക്ക് ഇവർ പ്രയോഗിക്കും. ഇമോഷണലി ഇവർ ആ സമയത്ത് അറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കും. അതുവരെ ഇവർക്ക് ഇമോഷണലോ ഫിസിക്കലി മെൻ്റലി ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഈ കാര്യങ്ങളും ഈ പങ്കാളിയോട് ഇവർക്ക് തോന്നില്ല. പക്ഷേ ഇവരിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു എന്നൊരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഇവർ ഇമോഷണലി ട്രിക്ക് ഉപയോഗിക്കുന്നു. കരച്ചിലിൻ്റെ വേർഷൻ അല്ലെങ്കിൽ സിമ്പതി കാണിക്കുന്നു, എമ്പതി കാണിക്കുന്നു. ഇവർ അവിടെ ചെന്നിട്ട് ചെറിയ ചെറിയ അപ്പക്കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഓൺ ആൻഡ് ഓഫ് എനർജിയാണ്. പങ്കാളി നഷ്ടപ്പെടുമെന്ന് ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞ് ഇവർക്ക് പങ്കാളിയെ വളരെ അധികം വേണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇമോഷൻസ്, ഇവർക്ക് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാവുന്നു, ആങ്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇവരിത് മുഴുവനും പ്രയോഗിക്കുന്നത് ഈ പങ്കാളിയുടെ മേലാണ്. അവരെ മാനസികമായിട്ട് അങ്ങേയറ്റം ചവിട്ടി മെതിച്ച് അരയ്ക്കുക എന്ന് തന്നെ പറയാം. എന്നിട്ട് ഇവർക്ക് വേറൊരു സൈഡിൽ ഇവരതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുകയും ചെയ്യും. അവർ ഒന്ന് കരഞ്ഞാൽ പോലും ഒരു വിധത്തിലുള്ള സഹതാപമോ ഒന്ന് ചേർത്ത് പിടിക്കലോ ഉണ്ടാവത്തില്ല. ഭൂമി ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാലും എൻ്റെ പങ്കാളിക്ക് എന്തു പറ്റി എന്നിവർ ചിലപ്പോൾ അന്വേഷിച്ചെന്ന് പോലും വരത്തില്ല. അപ്പോൾ ആ കൂടെ കഴിയുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ സൂയിസൈഡൽ അറ്റംപ്റ്റ് വരെ ചെയ്തതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ആളുകളെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുമുള്ളവരോ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നു നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അവർക്ക് കുറച്ച് മെൻ്റലി സപ്പോർട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു കൗൺസിലർ അടുത്ത് അവരെ കൊണ്ടുപോയിട്ട് കുറേയൊക്കെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ അത് സഹായിക്കും. ഒരിക്കലും ഈ പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ മുന്നോട്ട് കൗൺസിലിങ്ങിനോ അങ്ങനെയുള്ള മെഡിക്കൽ അഡ്വൈസിനൊന്നും അവർ മുന്നോട്ട് വരത്തില്ല. അഥവാ കൊണ്ടുവന്നാൽ തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, കൂടെ ഉള്ള ആളുകളെ ഇത്തരത്തിലുള്ള എന്താ പറയുക, ദുരന്തമുഖം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ഒരു വൈകാരികമായിട്ടുള്ള ഒരു അധപതനമാണ് ഈ കൂടെ ഉള്ള ആളുകൾ അനുഭവിച്ച് തീർക്കുന്നത്. അത് പുറമേ ഉള്ളവർക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. നമ്മുടെ കുടുംബക്കാർക്ക് പോലും ഇൻ കേസ് അമ്മമാർക്ക് പോലും ഏറ്റവും നമ്മൾക്കൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് അമ്മമാരുമായിട്ടാണല്ലോ. നമ്മളെ മനസ്സിലാക്കുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അമ്മമാരായിരിക്കാം. ഈ അമ്മമാർക്ക് പോലും ഈ കണ്ടീഷൻ മനസ്സിലാവില്ല. കാരണം അവരുടെ മുന്നിലൊക്കെ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈ ഒരു ആൾ കൊടുത്തിരിക്കുന്ന ഇമേജ് അത്രയും വലുതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കാമായിരിക്കാം, ഇത് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്കില്ലേ? സ്ത്രീകൾക്കും ഉണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന തോത് വളരെ കുറവായിരിക്കും. ഇത്തരം സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്ക് പക്ഷേ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്താ പറയുക ഒറ്റപ്പെടുത്തി നിർത്താനൊന്നും പറ്റില്ല. അതൊരു മാനസികമായിട്ടുള്ളൊരു കണ്ടീഷനാണ്, ഒരു പേഴ്സണാലിറ്റി കണ്ടീഷനാണ്. അത് ജന്മപരമായിട്ടുണ്ടാവുന്നതാണ്, ജെനറ്റിക് പരമായിട്ടും വരുന്നതാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇപ്പോൾ അച്ഛനോ അപ്പൂപ്പന്മാർക്കോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുമക്കൾക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് മെഡിക്കലായിട്ടുള്ള യാതൊരുവിധ ഓപ്ഷൻസും നമുക്ക് അവർക്ക് കൊടുക്കാനില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടെയുള്ള പങ്കാളികളെ നമുക്ക് അഡ്വൈസ് കൊടുത്ത് അവരുടെ ജീവിതം നന്നാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. പിന്നെ ഇത്തരക്കാരെ പറയുന്ന പേരാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഓർ നാർസിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാനും സൈക്കോളജി പരമായിട്ട് കൂടുതൽ അറിവുകളൊക്കെ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇതൊക്കെ തന്നെയാണല്ലോ നമുക്ക് സമൂഹത്തോട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഞാനിത് പറയുന്നത് എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ വീഡിയോ റീച്ച് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് കൂടുതൽ പറയാൻ എനിക്ക് വാക്കുകളില്ല. അപ്പോൾ സൈക്കോളജി പരമായിട്ട് എന്തെങ്കിലും അഡ്വൈസോ ലൈഫ് മന്ത്രാസോ ഹീലിങ്ങോ കൗൺസിലിങ്ങോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്